അമിതമായി കൊണ്ടുവരുന്ന കസിൻസ് ബന്ധങ്ങളും ബെസ്റ്റിയും ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് മലീനസമാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അമിതമായി കൊണ്ടിരിക്കുന്ന കസിൻസ് ബന്ധങ്ങളാണ്, ഫാമിലി ട്രെൻഡുകളാണ്. ബെസ്റ്റിയും പൂക്കിയുമെല്ലാം ഇന്ന് അരങ്ങ് തകർക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടേതെല്ലായി മാറാൻ അതിവിദൂരമായ സമയമൊന്നും വേണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഇസ്ലാം, നിങ്ങൾ ഫത്ഹുൽ മുഈൻ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവിടെ നിക്കാഹിന്റെ ബാബ് എടുത്ത് പരിശോധിച്ചാൽ കാണാം, 10 വയസ്സായി കഴിഞ്ഞാൽ ആൺകുട്ടിയുടെ മുറിയിൽ നിന്ന് പെൺകുട്ടിയെ മാറ്റിക്കടത്തണം. സഹോദരന്മാരെ കുറിച്ചാണ് പറയുന്നത്. 10 വയസ്സ് പെൺകുട്ടിക്കായാൽ ഉപ്പയുടെ മുറിയിൽ നിന്ന് ആ പെൺകുട്ടിയെ മാറ്റിക്കടത്തണം. 10 വയസ്സ് ആൺകുട്ടിക്കായാൽ ഉമ്മയുടെ മുറിയിൽ നിന്ന് ആ കുട്ടിയെ മാറ്റിക്കടത്തണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ താല്പര്യം എന്താണ്? ഒരിക്കലും അന്യമാക്കുക എന്നല്ല, നിയന്ത്രണങ്ങൾ വരണം. എല്ലായ്പ്പോഴും ക്ലോസ് റിലേഷൻ എന്നതിൻ്റെ അപ്പുറത്തേക്ക് നിയന്ത്രണങ്ങൾ വരണം. ആ നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. ഇന്നെല്ലാം ഹലാലായി പോയി, എല്ലാവരും കസിൻസുകളായി, ഒരുമിച്ചുള്ള കിടത്തങ്ങൾ, ഒരുമിച്ചുള്ള യാത്രകളെല്ലാമായി. പറയുന്ന സമയത്ത് തന്ത വൈബായി പോയി. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ കാലത്ത് അല്പം തന്ത വൈബൊക്കെ നല്ലതാണ്. നിയന്ത്രണങ്ങൾ കൊണ്ടുവരൽ നിർബന്ധമാണ്. നമ്മുടെ മക്കൾക്ക് മഹ്റം ആരാണ് എന്ന് നമുക്കറിയാം. ആ മഹ്റമുകൾ തമ്മിലാണ് യാത്ര ചെയ്യേണ്ടത്, ആ മഹ്റമുകൾ തമ്മിലാണ് സംസാരിക്കേണ്ടത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതെൻ്റെ ബെസ്റ്റിയാണ്, ഇതെൻ്റെ പൂക്കിയാണ്, ഇതെൻ്റെ സിബ്ലിങ്സ് ആണ്, ഇതെൻ്റെ കസിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള ബന്ധങ്ങൾ മുഴുവനും നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിർത്തലാക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നല്ലോ, അബൂദാവൂദ് 4833 ഹദീസിൽ പറയുന്നു, അർറജുലു അലാ ദീനി ഖലീലിഹി, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരുത്തൻ്റെ കൂട്ടുകാരൻ്റെ ദീൻ ഏതാണോ ആ വഴിയിലാണ് അവൻ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ ആരോട് കൂട്ടുകൂടുന്നു, നമ്മുടെ മക്കൾ ആരുടെ സ്വഭാവങ്ങളാണ് അനുകരിക്കുന്നത് എന്ന് നിർബന്ധമായും ചിന്തിക്കണം. ആരൊക്കെയാണ് നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടുകൾ എന്ന് ചിന്തിക്കണം. എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഒരുപാട് യുവാക്കളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടുകൂടെ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, നമ്മുടെ കൂട്ടുകെട്ടുകളെ നിർബന്ധമായും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, പക്ഷെ പലപ്പോഴും നമ്മൾ വീണുടഞ്ഞു പോകും. നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ എത്ര സ്നേഹത്തോടു കൂടെയാണ് നമ്മളെ വളർത്തിയത്. തിരുവനന്തപുരത്തുകാരനെയും ആ സ്നേഹത്തോടു കൂടെയാണ് വളർത്തിയത്. ആ സ്വന്തം ഉമ്മയുടെ തലയിലേക്ക് ചുറ്റിക അടിച്ചിറക്കി എങ്കിൽ നമ്മുടെ കൂട്ടുകെട്ട് ശരിയല്ലെങ്കിൽ നമ്മുടെ ചിന്തയും ആ രൂപത്തിലേക്ക് മാറിപ്പോകും. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ വിരൽ കടിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നു. അന്നേരം അവർ പറയുകയാണ്, യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല, എൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വഴി ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ. നിന്റെ കൂട്ടുകാരനെ ശ്രദ്ധിക്കണം എന്ന വഴി റസൂൽ പറഞ്ഞതാണ്. ആ പറഞ്ഞ വഴി ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ വൈലത ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീല, അല്ലയോ ഞാൻ ഈ മനുഷ്യനെ എൻ്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇവനല്ലേ എന്നെ മോശപ്പെട്ടതിലേക്ക് കൊണ്ടെത്തിച്ചത്. എനിക്ക് സ്നേഹം നൽകിയ ഉപ്പയും ഉമ്മയുമുള്ള വീട്ടിൽ നിന്ന് മറ്റൊരു സ്നേഹത്തിൻ്റെ ലോകത്തേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ഇവനായിരുന്നല്ലോ. ഇവൻ എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആൽക്കഹോളിക് ആകുമായിരുന്നില്ല, ഞാൻ കള്ളുകുടിക്കുമായിരുന്നില്ല, ഞാൻ തെറ്റുകളിലേക്കൊന്നും ചെല്ലുമായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന രംഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ പറയുന്നതാണ്, ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ലഭിച്ചതാണല്ലോ. എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ എന്നെ മദ്രസയിലേക്കാക്കി. വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് ഞാൻ സാരോപദേശങ്ങൾ കേട്ടു. എന്തൊക്കെയാണ് നന്മ, എന്തൊക്കെയാണ് തിന്മ, ഇതെല്ലാം ഞാൻ കേട്ടിട്ടും ഞാൻ ശൈത്താനിൻ്റെ കെണിവലയിൽ പെട്ടുപോയി, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഇഷ്ടത്തിൽ പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിലപിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിൽ കാണുന്നതെല്ലാം നന്മയുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ കൂട്ടുകെട്ടുകൾ ചിന്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് പറയാനുള്ളത്, നിങ്ങൾ നന്മയുടെ പൂക്കളാണ്. നിങ്ങളൊരിക്കലും ക്രിമിനലുകളാവേണ്ടവരല്ല. നിങ്ങളിൽ നിന്നൊരിക്കലും അങ്ങനത്തെ ഒരു സ്വഭാവത്തെ ഒരാളും പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ ഇപ്പം നിങ്ങളുടെ മനസ്സ് വളരെ അധികം ശാന്തമാണെങ്കിൽ, ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ മനസ്സ് ചാഞ്ചാടി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും നിയന്ത്രിക്കാൻ പഠിക്കുക. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക, പാരത്രിക ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുക, നമ്മുടെ ഉപ്പയെക്കുറിച്ച്, ഉമ്മയെക്കുറിച്ച്, അവരുടെ മുഖങ്ങളെ എപ്പോഴും മനസ്സിൽ ആരാധിച്ചു വെക്കുക. ആരാധനയുടെ പുറത്ത് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതെല്ലാം പറയുന്ന സമയത്ത് ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്.
ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ആസ്വാദനത്തിന് തടസ്സം നിൽക്കുന്ന സകല നിയന്ത്രണങ്ങളും പൊട്ടിച്ചെറിയാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നവകാല സമൂഹത്തെ തിന്മയിലേക്ക് ഉന്തിത്തള്ളിവിടുന്ന നവലിബറൽ വാദികളുടെ കുതന്ത്രങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലിബറലിസം കൊണ്ട് എന്താണ് നാടിന് കിട്ടിയത്? ഇതാണ് നമ്മുടെ നാടിന് കിട്ടിയത്. ബന്ധങ്ങൾ മറന്നുപോയി, മനുഷ്യനെ കൊല്ലാൻ അറപ്പില്ലാത്തവരായി ഒരു സമൂഹം വളർന്നു വന്നു. ഇതെല്ലാമാണ് ലിബറലിസം കൊണ്ട് നമ്മുടെ നാടിന് കിട്ടിയത്. അതുകൊണ്ട് യുക്തിചിന്തകൾ ഒഴിവാക്കി, നിരീശ്വരവാദങ്ങൾ ഒഴിവാക്കി, അള്ളാഹു ഉണ്ട്, നമ്മൾ തീർച്ചയായും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് നിരന്തരമായി മനസ്സിലാക്കിക്കൊണ്ട് നീ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ്. പാരത്രിക ജീവിതം വരാനുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഖബറുണ്ട്, അവിടെ വലിയൊരു ലോകമുണ്ട്, അത് അഭിമുഖീകരിക്കാനുള്ളതാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുക. അള്ളാഹു തആല നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ, നമുക്കൊക്കെ സൽബുദ്ധി നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.